എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് വിഷു സംക്രമ ഫലത്തെ പറ്റിയിട്ടാണ്. മീനമാസം 30 തീയതി രാത്രി 3:21 ചോതി 1-ാം പാദം തുലാക്കൂറിലായിരുന്നു മേടരവി സംക്രമം. ഈ വർഷത്തെ വിഷുഫലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് അല്പം താമസിച്ചു. ചില ആരോഗ്യപരമായ കാരണം കൊണ്ടാണ് താമസിച്ചത്, ക്ഷമിക്കുക. നമുക്ക് ഈ വിഷുഫലത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് മാസഫലങ്ങളും അതുപോലെ തന്നെ വർഷഫലങ്ങളും ഒക്കെ പറയുന്നത് ചാരഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ പരിഗണിച്ചിട്ടാണ് പറയുക. പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും പിന്നെ ചൊവ്വയുടെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടിയാണ് മാസഫലങ്ങൾ. വർഷഫലങ്ങൾക്ക് പൊതുവിൽ അത് ഉൾപ്പെടുത്താറില്ല. എന്നാൽ പോലും അതിൻ്റെ സ്വാധീനവും ചെറുതായിട്ട് വർഷഫലങ്ങളിൽ വരും. അപ്പോൾ ഇങ്ങനൊരു രീതിയാണ് നമ്മൾ മാസഫലങ്ങളും വർഷഫലങ്ങളും പറയുന്നതിന് ഉപയോഗിക്കുന്നതെങ്കിൽ വിഷുഫലത്തിന് പ്രത്യേകമായൊരു രീതിയാണ്. ഏത് നക്ഷത്രത്തിലാണോ വിഷു സംക്രമം ആ നക്ഷത്രത്തിന് മുൻപുള്ള നക്ഷത്രവും അതിന് ശേഷമുള്ള നക്ഷത്രവും ആദിശൂലം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഈ 3 നക്ഷത്രങ്ങളുടെ അനുജന്മ നക്ഷത്രങ്ങളാണ്. ഉദാഹരണത്തിന് ചോതിക്ക് തിരുവാതിരയും ചതയവുമാണ് അനുജന്മ നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ ആദിശൂലം എന്ന വിഭാഗത്തിൽ വരുന്ന 3 നക്ഷത്രങ്ങളിലെ അവരുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് മധ്യശൂലമായിട്ടും അന്ത്യശൂലമായിട്ടും വരുന്നത്. എന്നതുപോലെ തന്നെ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ ആദിശൂലം നക്ഷത്രങ്ങൾക്ക് ശേഷം വരുന്ന 6 നക്ഷത്രങ്ങളെ ആദിശൽക്കമെന്നും മധ്യശൂലം കഴിഞ്ഞു വരുന്ന 6 നക്ഷത്രങ്ങളെ മധ്യശൽക്കമെന്നും അന്ത്യശൂലം കഴിഞ്ഞു വരുന്ന 6 നക്ഷത്രങ്ങളെ അന്ത്യശൽക്കമെന്നും വേർതിരിച്ചിരിക്കുന്നു. ഇതിൽ ആദിശൂലവും മധ്യശൂലവും അന്ത്യശൂലവും ദോഷവും മറ്റ് ആദിശൽക്കവും മധ്യശൽക്കവും അന്ത്യശൽക്കവും നല്ല ഫലങ്ങളുമാണ് പൊതുവിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു രീതി നമുക്ക് പ്രയോഗത്തിൽ എത്ര കണ്ട് വരുമെന്നതിന് ഉറപ്പില്ല. കാരണം ചാരഫലങ്ങൾക്കാണ് നമ്മുടെ പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ. വിഷുഫലത്തിനും അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ അത് ഒത്തൊരുമിച്ച് പറയാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ ഓരോ കൂറുവശാൽ പറയാൻ കഴിയില്ല. കാരണം ഓരോ നക്ഷത്രങ്ങൾക്കാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ പറയുന്ന പോലെ കാർത്തിക കാൽഭാവം അല്ലെങ്കിൽ അശ്വതി ഭരണി കാർത്തിക കാൽ മേടക്കൂർ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോയിൽ പറയുന്നത് മധ്യശൽക്കത്തിൽപ്പെടുന്ന ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രക്കാർക്ക് വിഷുഫല പ്രകാരമാണെന്ന് പറയുന്നത്. മധ്യശൽക്കത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളായതുകൊണ്ടിട്ട് അതിൻ്റെ ഫലം ലോകബഹുമാനാദി സ്ഥാനമാനങ്ങൾ, ജനപ്രീതി, വിശേഷ വസ്ത്രാഭരണാദികൾ എന്നൊക്കെയാണ് ഇതിൻ്റെ ഫലം. എങ്കിൽ പോലും നമുക്ക് ചാരവശാലുള്ള ഫലങ്ങൾ കൂടി പരിഗണിച്ച് ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണല്ലോ. അടുത്ത മീനം 30 വരെയുള്ള ഫലങ്ങളായതുകൊണ്ട് ഒരു വർഷത്തേക്കുള്ള ഫലങ്ങൾ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ശനി രാഹുകേതുക്കൾ എന്നിവയുടെ സ്ഥിതിയൊക്കെ പരിഗണിച്ച് നമുക്ക് പറയാം. ആദ്യമായിട്ട് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളുടേത്. ഉത്രട്ടാതി രേവതി ഇവർ നിലവിൽ ജന്മശനിയുടെ മധ്യഭാഗം ഏഴരശനിയുടെ മധ്യഭാഗം ജന്മശനി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴം 3-ൽ നിന്ന് 4-ലേക്ക് രാശി മാറാൻ ഒരുങ്ങി നിൽക്കുന്നൊരു സമയമാണ് നിലവിൽ. അപ്പോൾ 3-ൽ വ്യാഴം തുടരുന്ന മെയ് മാസം 14 വരെ ഇവർക്ക് ഈ പറഞ്ഞ വിഷുഫലങ്ങൾക്ക് അല്പം കുറവുകൾ വരും. കാരണം ജന്മശനിയുണ്ട്, 3-ൽ വ്യാഴമുണ്ട്. 3-ലെ വ്യാഴം ത്രതയോ ബ്രഹ്മണോ ശിരഹ. 3-ൽ വ്യാഴത്തിൻ്റെ സമയത്ത് ബ്രഹ്മാവിൻ്റെ ശിരസ് പോയ സമയം 3-ലെ വ്യാഴം മുറവിൽ കൂട്ടും. നമ്മളുടെ പരാധീനതകളും പോയി എല്ലാവരോടും പറയുക, എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഞാനത് എങ്ങനെ അത് തരണം ചെയ്ത് പോകുമെന്ന് മറ്റവരോട് പോയിട്ട് ഒരു സങ്കടം പറയുക, പരിവേദനം പറഞ്ഞ സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ പോകുന്നത്. അതിൻ്റെ രൂക്ഷമായ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അവസാന മാസങ്ങളിലാണ്. ഇവർ കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു ഇതിൻ്റെ രൂക്ഷമായ ഘട്ടം. അതൊക്കെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറോടുകൂടി കഴിഞ്ഞു. എങ്കിൽ പോലും ഇപ്പോഴും ആ ഫലങ്ങൾ തന്നെയാണ്. ഏപ്രിലോടുകൂടി മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും ഇവർക്ക് ആ വിഷുഫലത്തിൽ പറഞ്ഞ ഒരു ലോകബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണാദികളൊക്കെ പറയുന്നത് അല്പം കുറവുകൾ വരും മെയ് മാസം 14-ന് ശേഷം. മെയ് മാസം 14-ന് ശേഷം വ്യാഴത്തിൻ്റെ കേന്ദ്രരാശിയിലേക്കുള്ള സ്ഥിതി, മിഥുനം രാശിയിലേക്കുള്ള മാറ്റത്തോടുകൂടി ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി സംജാതമാവുകയും എങ്കിൽ പോലും ജന്മശനി ദോഷങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജന്മശനി ദോഷം തുടരുകയും വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിലെ സ്ഥിതി മാത്രം അനുകൂലമായ സ്ഥിതി. ഏതൊരു ഗ്രഹവും കേന്ദ്രത്തിൽ വരുമ്പോൾ ദോഷമാണ്. ശനിയാണെങ്കിൽ ഏഴരശനി, കണ്ടകശനി തുടങ്ങിയ ദോഷങ്ങളും
വ്യാഴത്തിനും കേന്ദ്ര രാശിക്ക് വരുമ്പോൾ അത്ര നല്ല ഫലങ്ങളല്ല. അപ്പോൾ 7-ൽ വരുമ്പോൾ കുഴപ്പം, 7-ലും വരുമ്പോൾ നല്ലതാണ്. 10-ൽ വരുമ്പോഴും അതുപോലെ തന്നെ 4 വരുമ്പോഴൊക്കെ ചെറിയ ദോഷങ്ങളുണ്ട്. അപ്പോൾ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും അവർക്ക് താരതമ്യേന ഒരു മെച്ചപ്പെട്ട സമയം തന്നെയായിരിക്കും അതിന് ശേഷം, മെയ് മാസം 14-ന് ശേഷം കേട്ടോ. അപ്പോൾ അവർക്ക് അത്ര ഒരു ഗുണകരമെന്ന് ഈ രാശിക്കാർക്ക് പറയാൻ കഴിയില്ല. ഈ പറഞ്ഞ ഫലങ്ങൾക്ക് നമുക്ക് ചാരഫലങ്ങളായിട്ട് ഘടിപ്പിക്കുമ്പോൾ അത്ര ഒരു ഗുണഫലങ്ങളാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും താരതമ്യേന മെച്ചപ്പെട്ട ഇത്രയും രൂക്ഷമായ ഒരു സമയത്ത് ഇങ്ങനൊരു വിഷുബല അനുകൂലമായത് കുറച്ച് ഇവർക്ക് ആശ്വാസം നൽകും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക്. ഇനി നമുക്ക് അശ്വതി, ഭരണി, കാർത്തിക, അശ്വതി, ഭരണി എന്നീ രാശിക്കാരായിരുന്നു. ആദ്യം അശ്വതി, ഭരണി പരിഗണിക്കാം. അശ്വതി, ഭരണി എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് മെയ് മാസം 14-ാം തീയതി വരെ ഇവർക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ വളരെ അനുകൂലമായിട്ട് കാണുന്നു. ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നടക്കുന്ന പോലെ തന്നെ ശനിയുടെ ദോഷം ഇവർക്ക് അനുഭവപ്പെട്ട് തുടങ്ങി കാണാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് മെയ് മാസം 14 വരെ അശ്വതി, ഭരണി എന്നീ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല ഫലങ്ങൾ, ലോക ബഹുമാനായ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനും ജനപ്രീതിയും ഒക്കെ ലഭിച്ച് വളരെ സന്തുഷ്ടിയോടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട്. എന്നാൽ മെയ് മാസം 14-ന് ശേഷം വ്യാഴത്തിൻ്റെ 3-ലേക്കുള്ള രാശിമാറ്റം, തൃദേവ് ബ്രഹ്മണോ ശിരഹ എന്ന് പറഞ്ഞാൽ ഒരു ദുസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു പെടുത്താവുന്ന ഒരു സ്ഥാനം തന്നെയാണ് 3. അതിലേക്ക് വ്യാഴത്തിൻ്റെ സഞ്ചാരം വളരെ അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഏഴശനിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു, അതിൻ്റെ ദോഷങ്ങൾ ഇവർക്ക് ആരംഭിച്ചു തുടങ്ങുകയുള്ളൂ. അത് ഭാഗ്യവശാൽ ഇവർക്ക് ഏഴശനിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു തുടങ്ങുന്ന കാലമാണെങ്കിൽ ഇപ്പോൾ ജൂൺ മുതൽ അതിൻ്റെ ദോഷങ്ങൾ വരുമെങ്കിൽ പോലും അത് ആദ്യഘട്ടം തന്നെയാണല്ലോ. അപ്പോൾ വലിയൊരു രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് ഈ രാശിക്കാർക്ക് സാധ്യതയില്ല. അശ്വതി, ഭരണി നക്ഷത്രക്കാർക്ക് സാധ്യതയില്ല. മെയ് മാസം 14 വരെ വളരെ അനുകൂലമായിട്ടും ശേഷം അല്പം ഗുണദോഷ സമ്മിശ്രമായിട്ടും ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. പൊതുവിൽ തൊഴിൽ മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, തൊഴിലോ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മെയ് മാസം 14 ഒരു അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം തൊഴിലിടത്തിൽ സൃഷ്ടിക്കപ്പെടുക, മാനസിക സന്തോഷം, ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ഒരു അംഗീകാരം ലഭിക്കുക, പ്രമോഷൻ, ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അപ്രതീക്ഷിത നേട്ടങ്ങളും പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കാനും അത്തരം പ്രൊജക്റ്റുകളൊക്കെ വിജയത്തിലെത്താനും പുതിയ ബിസിനസ് അവസരങ്ങൾ തേടിയെത്താനും അതൊക്കെ സാഫല്യത്തിലാവാനൊക്കെയുള്ള യോഗങ്ങൾ മെയ് മാസം 14 വരെ ഉണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് പരീക്ഷയിൽ നന്നായിട്ട് തയ്യാറെടുക്കാനും പരീക്ഷകൾ നന്നായിട്ട് എഴുതാനുമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് മെയ് മാസം 14 വരെ. ഉന്മേഷം, ഉത്സാഹമൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം. എന്നാൽ മെയ് മാസം 14-ന് ശേഷം അല്പം അരിഷ്ടതകൾ എല്ലാ രംഗത്തും, വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം അലസത, കാര്യങ്ങൾ വിചാരിച്ച പോലെ മുമ്പോട്ട് പോകാൻ കഴിയാതിരിക്കുക, പരീക്ഷകളൊക്കെ എഴുതുന്നതിന് തടസ്സം അനുഭവപ്പെടുക ഒക്കെ. ഉപരിപഠനത്തിന് തയ്യാറെടുത്തിരിക്കുന്നവർക്ക് ഉപരിപഠനം ത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു സീറ്റൊക്കെ ലഭിക്കണമെങ്കിൽ മെയ് മാസം 14-ന് മുമ്പ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്തു വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മെയ് മാസം 14-ന് ശേഷം അത്ര ഭാഗ്യമുള്ളൊരു സമയമല്ല ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട്, അശ്വതി, ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ചെയ്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തൊഴിലിടത്തിലൊക്കെ മെയ് മാസം 14-ന് ശേഷം അല്പം പ്രതികൂല അവസ്ഥകൾ സംജാതമാകാനും ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റം ലഭിക്കാനൊക്കെ, തസ്തികകളിലേക്ക് മാറ്റം ലഭിക്കാനൊക്കെ സാധ്യതകളുണ്ട്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ മെയ് മാസം 14-ന് ശേഷം പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. അടുത്തത് കാർത്തിക, രോഹിണി. കാർത്തിക ആദ്യ കാൽഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് മെയ് മാസം 14 വരെ. മെയ് മാസം 14-ന് ശേഷം അല്പാരിഷ്ടതകൾ എല്ലാ രംഗത്തും, തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടുമൊക്കെ അല്പാരിഷ്ടതകൾ മെയ് മാസം 14-ന് ശേഷം വരും. ആദ്യ ഒരു മാസം കാർത്തിക നക്ഷത്രത്തിലെ ആദ്യ പാദത്തിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും നക്ഷത്രക്കാർക്ക്, മധ്യശൽക്കത്തിൽ വരുന്നവർക്ക്, ഇവർക്ക് മെയ് മാസം 14-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മെയ് മാസം 14 വരെ ഗുണഫലങ്ങൾ തന്നെയാണ്. വിഷു ആരംഭിച്ച് ഉടൻ തന്നെ മാനസിക സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക അവർക്ക് കുടുംബത്തിലൊക്കെ. ഈ രാശിക്കാർക്ക് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണിക്ക് പെട്ടെന്ന് തന്നെ വിഷു ആരംഭിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു അവരെ ഒന്ന് എക്സൈറ്റഡ് ആക്കുന്ന, ഒന്ന് വിസ്മയിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാം. ഒരു തരം സന്തോഷാധിക്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം പോലെ അനുഭവപ്പെടുക. അതൊക്കെ ഈ വിഷുഫലത്തിൻ്റെ പ്രത്യേകതകളാണ്. അതിനുശേഷം മെയ് മാസം 14-ാം തീയതിയോടുകൂടി ഇവർക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത്. ഏറ്റവും നല്ല അനുകൂല ഫലങ്ങൾ വരുന്ന ഒരു രാശിയായിട്ടാണ് ഇതിനെ കണക്കാക്കാം. അപ്പോൾ
അപ്പോൾ വളരെ വളരെ നല്ലൊരു എല്ലാ രംഗത്തും ഇവർക്ക് ഈ വർഷം ഏറ്റവും ശക്തി പ്രാപിക്കുന്ന രാശികളിലൊന്നാണ് ഈ ഇടവം രാശി. അപ്പോൾ ഇടവം രാശിയിൽപ്പെടുന്നതാണ് ഈ മകയിരം, കാർത്തിക അവസാനം മുക്കാൽ ഭാഗവും രോഹിണി. അപ്പോൾ ഈ കാർത്തിക അവസാനം മുക്കാൽ ഭാഗത്തും രോഹിണിക്കും വളരെ നല്ല ഫലങ്ങൾ എല്ലാ രംഗത്തും. അതായത് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ മെയ് മാസം 14 വരെ ഒരു ഉത്സാഹ ഉണർവും ഒക്കെ എല്ലാ രംഗത്തും അനുകൂലതയൊക്കെ കാണുമെങ്കിൽ മെയ് മാസം 14 ശേഷം വളരെ വളരെ നല്ല രീതിയിലുള്ള പ്രകടനം, പരീക്ഷകളൊക്കെ മെയ് മാസം 14 എഴുതുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ഉണർവ് ഉത്സാഹമൊക്കെ എല്ലാ രംഗത്തും വർദ്ധിച്ചിരിക്കുക, താല്പര്യം പഠന വിഷയങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുകയൊക്കെ അതിൻ്റെ ഫലങ്ങളാണ്. താല്പര്യപ്പെട്ടിരിക്കുന്ന സീറ്റുകളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുക, ഏത് ഉപരിപഠന മേഖല ഇവർ പോലും കിട്ടില്ലെന്ന് വിചാരിച്ച ഉപരിപഠന മേഖലയൊക്കെ തിരഞ്ഞെടുക്കാനും അതിൽ പ്രവേശനം ലഭിക്കാനൊക്കെ കഴിയുന്നൊരു സമയം തന്നെയായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട്. കാർത്തിക അവസാനം മുക്കാൽ ഭാഗവും രോഹിണിയെ സംബന്ധിച്ചിട്ട് അവർ പോലും പ്രതീക്ഷിക്കാതെ സീറ്റൊക്കെ ലഭിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഫലങ്ങളൊക്കെ അതിൽ പറയാം. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിഷുവോടുകൂടി പെട്ടെന്നൊരു നല്ല മാറ്റം അനുഭവപ്പെടുകയും എന്നാൽ മെയ് മാസം 14 ശേഷം വളരെ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക, ചിലപ്പോൾ ഒരു മാനേജറിയൽ പോസ്റ്റ് തന്നെ അവരെ തേടിയെത്താൻ അവർ പോലും പ്രതീക്ഷിക്കാത്ത ശമ്പള വർധനയും അതുപോലെ തന്നെ തൊഴിൽ മേഖല ഉയർച്ചയും ഒക്കെ പദവിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഈ രാശിക്കാർക്കുണ്ട്. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാനം മുക്കാൽ ഭാഗം രോഹിണിക്ക്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ധനം കിട്ടില്ലെന്ന് വിചാരിച്ചൊക്കെ തിരിച്ചു കിട്ടുക, അതുപോലെ തന്നെ പുതിയ വൻ പ്രൊജക്റ്റുകളൊക്കെ ലഭിക്കുക, അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ നടക്കുക, മംഗളകർമ്മങ്ങളൊക്കെ നടക്കുക, അതിനൊക്കെ ആതിഥേയത്വം വഹിക്കാനുള്ള ഭാഗ്യമൊക്കെ ഈ രാശിക്കാർക്ക് വന്നു ചേരും. പരിഹാരാർത്ഥം ചെയ്യേണ്ടത്, ജന്മശനി ദോഷം തുടരുന്നതിനാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ ശാസ്താപ്രീതി നിർബന്ധമായി വരുത്തുക. ശാസ്താവിന് എള്ളു പായസം, അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ എള്ളും അരിയും കുതിർത്ത് കാക്കയ്ക്ക് കൊടുക്കുക. ശാസ്താക്ഷേത്രം ദർശിച്ച് എള്ളുതിരി കത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴം അത്ര അനുകൂല ഭാവത്തിലല്ലാത്തത് കൊണ്ടിട്ട് മെയ് മാസം 14 വരെ നിർബന്ധമായിട്ടും അതിനുശേഷം മാസത്തിലൊന്നെങ്കിലും വെച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് അവിടെ ഇരുന്ന് ദർശനത്തിന് ശേഷം അഷ്ടാക്ഷരിയും ദ്വാദശാക്ഷരിയും ജപിക്കുക. 108 തവണ കഴിയുമെങ്കിൽ 108 തവണ ജപിക്കുക. ശ്രീകൃഷ്ണന് മഞ്ഞപ്പട്ട്, അതുപോലെ തന്നെ തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്താവുന്നതാണ്. ഇതാണ് പരിഹാരമായി ചെയ്യേണ്ടത്. അശ്വതി ഭരണി, ചാരവശാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി മെയ് മാസം 14 ശേഷം നല്ലതല്ലാത്തതും ഏഴരശനി ആരംഭകാലവുമായതുകൊണ്ട് ഇവരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴരശനി ആരംഭകാലമായതുകൊണ്ട് ഇനിയൊരു 7 വർഷത്തേക്ക് ശാസ്താക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ഒരു ശീലമാക്കുക. ഇടയ്ക്കൊക്കെ ഹനുമൽ ക്ഷേത്ര ദർശനവും. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രമോ ശിവക്ഷേത്രമോ സന്ദർശിക്കുന്ന ഒരു ശീലമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ തുടങ്ങിയാൽ ഇവർക്ക് ഏഴരശനിയിൽ നിന്ന് വലിയൊരു വ്യത്യാസം, വലിയൊരു ആശ്വാസം ഇവർക്ക് ലഭിക്കും. ഒരു ദിവസം വ്രതമെടുത്ത് വേണം ഇവർ ശാസ്താക്ഷേത്രമോ ശിവക്ഷേത്രമോ ദർശിക്കേണ്ടത്. ഹനുമൽ ക്ഷേത്രം നിർബന്ധമായിട്ടും വ്രതത്തോടെ തന്നെ ദർശിക്കണം. ദർശിച്ചതിന് ശേഷം ശിവന് കൂളമാല, പിൻവിളക്ക്, ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ശാസ്താവിന് നെയ്വിളക്ക്, അതുപോലെ തന്നെ നെയ്വിളക്ക്, എള്ളു പായസം, നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകളും നടത്തുക. ഇടയ്ക്കിടെ മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഹനുമൽ പ്രീതിയും വരുത്തിയിരിക്കുക. ഹനുമാൻ ക്ഷേത്രം ദർശിച്ച് വെറ്റിലമാല, വടമാല തുടങ്ങിയ നിവേദ്യങ്ങളും നടത്തിയിരിക്കുക. വ്യാഴം മെയ് മാസം 14 ശേഷം ദുസ്ഥാനമായ 3 പോകുന്നതുകൊണ്ടിട്ട് വ്യാഴപ്രീതിയും വരുത്തുക. വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാട്, ദർശനമാണ് ഏറ്റവും പ്രധാനം, യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ഈ 3 വ്യാഴം മുറവിളി കൂട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരുതരം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാനുള്ള സാധ്യത ആരംഭ രാശിമാറ്റം കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ, ശ്രീകൃഷ്ണന് മഞ്ഞപ്പട്ട്, തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. എന്നതോടൊപ്പം തന്നെ നല്ല ചന്ദനം വാങ്ങിക്കുക. ചന്ദനം നന്നായിരിക്കണം, അത് നെറ്റിയിൽ പുരട്ടുന്നത് നന്നായിരിക്കും. അത്ര അധികം ടെൻഷൻ തോന്നുന്ന സമയങ്ങളിൽ. കാർത്തിക രോഹിണി, കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിക്കും ഇവർക്ക് കാര്യമായിട്ടുള്ള പരിഹാരങ്ങൾ ആവശ്യമില്ല. കാരണം വിഷുഫലവും ചാരഫലങ്ങളും ഒക്കെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ടിട്ട്
കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി കാര്യമായിട്ടുള്ള പരിഹാരങ്ങൾ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മധ്യശൽക്കത്തിൽപ്പെടുന്ന ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രങ്ങൾക്കെല്ലാം എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ശ്രേയസ്സും നിറഞ്ഞൊരു പുതുവർഷം ഉണ്ടാവട്ടെ, ഒരു വിഷുഫലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.